മലയാള സിനിമാ ലോകവും ലാലേട്ടൻ ആരാധകരും മമ്മൂട്ടി ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളെന്നാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. വേൾഡ് വൈഡായിട്ട് മെയ് മാസം 1-ാം തീയതി ചിത്രം ഇതാ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങൾ മഹേഷ് നാരായണനാണ് ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഏകദേശം 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാലേട്ടനും മമ്മൂക്കി ഒന്നിച്ച ഒരു സ്ക്രീനിൽ എത്തുന്നത്. എന്തൊക്കെയാണ് വീണ്ടും മലയാള സിനിമാ പ്രേമികൾക്കും അതോടൊപ്പം തന്നെ മമ്മൂട്ടി ലാലേട്ടൻ ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം മെയ് 1-ന് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നതിന് മുമ്പുള്ള ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും മമ്മൂട്ടി ലാലേട്ടനടക്കം ചിത്രത്തെക്കുറിച്ച് വളരെ ഹെവി പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 131 ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ആയിരുന്നു ചിത്രത്തിലെ. UK, അസർബൈജാൻ, ഷാർജ, ശ്രീലങ്ക, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ വമ്പൻ ലൊക്കേഷനായിരുന്നു ചിത്രത്തിനായിട്ടുണ്ടായിരുന്നത്. ടേക്ക് ഓഫ്, മാലിക്, സി യു സൂൺ, അറിയിപ്പ് തുടങ്ങി മലയാള സിനിമാ പ്രേമികൾക്ക് മികച്ച സിനിമാനുഭവം നൽകിയ മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. മമ്മൂട്ടിക്കും ലാലേട്ടനോടൊപ്പം തന്നെ ഫഹദ് ഫാസിലെ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ തുടങ്ങിയൊരു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ആൻഡോ ജോസഫും KG അനിൽകുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തൊക്കെയാണ് പാട്രിയോട്ട് മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു അനുഭവം നൽകുന്നതാണ് ഇപ്പോൾ ഇത് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഓപ്പണിംഗ് ഡേ 10 കോടി നേടാൻ ഒരുപക്ഷെ സാധ്യതയുള്ളൊരു ചിത്രം കൂടിയായിട്ട് പാട്രിയോട്ട് മാറാനുള്ള നിലവിൽ സാധ്യതകൾ കാണുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പ്രീസെയിലൂടെ മാത്രം ആദ്യ ദിനം കൊണ്ട് തന്നെ ആദ്യ ദിവസത്തെ ബുക്കിംഗ് കൊണ്ട് മാത്രം 3 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കി. ഇനി 2 ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രം ഫൈനൽ പ്രീസെയിലൂടെ മാത്രം എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്തുന്നറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ എത്ര പേരാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.